ചെളിക്കോടെ ഓണ അത് അതൊക്കെ വഴിയൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ് പോയ വഴികളാ. ഇടിച്ചു ഗൈസ്. അത് കമ്പിയല്ലട്ടോ, പാലട തൂക്കുവാല. അതിനകത്തോടെ ആള് കിടക്കണോ. ആ കാണുന്ന അന്നപൂർണയാണ് ഗൈസ്. ഓൺലൈൻ പെർമിറ്റ് ഒക്കെ എടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ കേറി 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 നോക്കിയല്ലേ വണ്ടിന്ന് കാലെടുത്ത് വെച്ച കാശ -4 യുനെസ്കോ അംഗീകരിച്ച. ഹലോ ബൈ ഗൈസ്, പൊക്രയിലെ ഫസ്റ്റ് മോർണിംഗ് ആണ് നമ്മുടെ ഇന്ന്. ഇന്ന് നമുക്ക് പോലീസിന്റെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയല്ലേ, ആ പ്രശ്നം മാറ്റണം. അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ പെർമിറ്റില്ല റോഡ് ടാക്സിന്റെ കാര്യം റെഡിയാക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുസ്താങ്കിലേക്ക് ഇറങ്ങുക. മുസ്താങ്കിലേക്ക് പോണ റൂട്ട് ഭയങ്കര സെറ്റപ്പ് റൂട്ടാന്ന് പറഞ്ഞാൽ ഇന്ന് അത്യാവശ്യം ഡ്രൈവ് ആയിരിക്കും. പക്ഷെ ബോർ ഡ്രൈവിംഗ് അല്ല, ഫുള്ള് വിടിച്ചില്ല സ്ഥലങ്ങളായിരിക്കും കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മള് കുറച്ച് സംഭവങ്ങൾ പേപ്പറൊക്കെ ശരിയാക്കുള്ളൂ, അതൊക്കെ ശരിയാക്കി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നപ്പോ ജസ്റ്റ് അകലെ മറ്റേ അന്നപൂർണ ഇല്ലേ, അത് കാണണ്ടായിരുന്നു. ആ കാണണല്ലേ, ആ കാണുന്ന അന്നപൂർണയാണ് ഗൈസ്, അന്നപൂർണ. ഞങ്ങള് പേപ്പർ വർക്കൊക്കെ ചെയ്ത് ഞങ്ങളിപ്പോ മുസ്താങ്കിലേക്കാണ് ഇറങ്ങിയേക്കുക. ഇവിടുന്ന് രാത്രിയൊക്കെ നമ്മൾ എത്തുള്ളൂ നാട്ടനെ. ഉച്ചയായി, ഇവിടുന്ന് ഉച്ച കഴിഞ്ഞു പറയും. ഇപ്പൊ ഞങ്ങള് ലേറ്റ് ആയി പോയി ശരിക്കും പറ. ഇനി പോണ വഴിക്ക് നല്ല കാഴ്ച ഉണ്ടോ എന്ന് നോക്കണം. കാരണം കാഴ്ചകളുണ്ട്, പക്ഷെ ക്ലിയർ സ്കൈ അല്ലെങ്കിൽ നമുക്ക് പാടാവും. വീഡിയോഗ്രാഫിക്കും അതുപോലെ കാണാനൊക്കെ പാടാവും. അപ്പൊ പോണ വഴിക്കൊക്കെ ഫുള്ളിങ്ങനെ മലയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് മലയും കാര്യങ്ങളൊക്കെ, ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. പണി കിട്ടി ഗായ്സ്. ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പോണ വഴിക്ക്. അപ്പൊ ഞങ്ങള് വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി, കണ്ണ് കാണലായിരുന്നു. പിച്ച് കുറഞ്ഞിട്ടുണ്ട്, കുറയുമ്പോ എടുത്തോണ്ട് പോകാന്ന് ഓർത്താ. മഴ ചെറുതായിട്ട് കുറഞ്ഞപ്പോ ഞങ്ങൾ പതുക്കി ഇറങ്ങി ഗൈസ്. ഇതികൂടെ ഫുള്ളും മതിയായി പാറയായിട്ട് എനിക്കവിടെയുള്ള സൂപ്പർ വഴികളാണ് ഗൈസ്. നല്ല രസമല്ലേ, നമ്മൾ ഈ വീഡിയോകളിലൊക്കെ കാണുന്ന മാതിരിയുള്ളൊരു വൈബ്. നല്ല ഷേല് വഴിട്ടോ. ഇച്ചിരിയോടെ എന്താ പറയണ, ക്ലിയർ സ്കൈയിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സീനായിട്ട് ഇത് കാണായിരുന്നു. വീണ്ടും ഒരു ബാഡ് വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാഡ് വഴി വിത്ത് മഴ, ഭയങ്കര പാടട്ടോ. ഒരു സൈസ് കല്ല്, വണ്ടി ഓടിക്കാൻ ഭയങ്കര പാട്. നന്നായി ഗൈസ്. വഴി ഇവിടെ നോക്കിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ ഒരു പാലം പണിയുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് ഇവിടം വരെ ഭയങ്കര കട്ടറ. ബാക്കി കുഴപ്പമില്ല കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം സെറ്റ്. ഇതെവിടെ പാലം? ആ ഭാഗത്താണ് മറ്റേ ബഞ്ചി ജമ്പി പറഞ്ഞ സ്ഥലമില്ല, അത് ആ ഭാഗത്താ. മഴ കാരണം കാണാൻ പറ്റില്ല, വരുന്ന വഴിക്ക് അവിടെ കയറും എന്തായാലും. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് കാട്ടിത്തരും ഗൈസ്. അവിടെയാണ് ഗൈസ്, ഇതെവിടെ ഇതേ കാണുന്നത്. അവിടെയാണ് ബഞ്ചി ജമ്പ്, വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് ബഞ്ചി ജമ്പിങ് ആ സ്ഥലത്ത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് പിന്നീട് തിരിച്ചു വരുമ്പോ നോക്കാം. ചാടണതൊക്കെ ഉണ്ടെന്ന് ഗൈസ്, ചാടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇവിടെ പോണേക്ക് ഒരു പാലം കണ്ടു, എന്റെ പൊന്നു, ഭയങ്കര ഹൈറ്റിലൊരു പാലം. അത് കമ്പിയല്ലട്ടോ, പാലട തൂക്കുവാല. അതിനകത്തോടെ ആള് കിടക്കണോ, അതിനകത്തോടെ ആൾക്കാർ കിടക്കണ കാണണേ. എന്റെ ആളു സീം പാലം. എനിക്ക് തോന്നുന്നു ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ പറ്റൂന്നാണ് കേട്ടോ. ഇതിനകത്ത് കയറുമെന്നാണ് ഗൈസ്. ഭയങ്കര ഹൈറ്റിലൊരു പാലം, കമ്പി കിടക്കണ രീതിയില്ലേ, ഇലക്ട്രിക് കമ്പി. നമ്മുടെ സ്കൈ കുറച്ച് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മഴ കുറച്ച് കുറഞ്ഞു. സോ അവിടെ അന്നപൂർണയാണെന്നാണ് മനസ്സിലാവണത്. തുക്കുശയോ, തുക്കുശ്. ഓക്കെ, അപ്പൊ ഇത് അന്നപൂർണ അല്ല, ടുക്കുശ് എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ ആണ് ഗൈസ്. അദൂർ സെ ദേഖ്തേ ഹൈ. നല്ല രസമായി ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പാണ്. ഗ്രാൻഡ് കാനിയനൊക്കെ ഇല്ല അമേരിക്കയിലെ ആ ഒരു ഫീൽ. ഒരു പുഴയുടെ അപ്പുറം ഇപ്പുറം ഗ്രാമത്തിന്റെ വീടുകളൊക്കെ ആയിട്ട് ഇവിടെ ഇടിച്ചു ഗൈസ്. ഇടിച്ചില്ല, മരിച്ചിരിക്കുക. ഇടിച്ചിട്ട് പറയുമ്പോ ഏതോ ഒരു ടൗൺ ആണ് ഗൈസ്, ഇതിന്റെ പേരേതാന്ന് നോ ഐഡിയ. ഇവിടെ സൈഡ് കെട്ട കാര്യങ്ങളൊന്നുമില്ല, അതിന്റെ ചേർന്ന് നമ്മുടെ വണ്ടി വന്നോണ്ടിരിക്കണേ. അടിപൊളി കേട്ടോ, ഇത്രേ ഉള്ളു ഇത്. അത് നിർത്തണ, നിർത്തുന്നില്ല ഗൈസ്. നിക്കണ പന്നി. സ്ലൈഡ് ചെയ്ത് പോയ സ്ഥലമാണ് ഗൈസ്. ഇതൊക്കെ കംപ്ലീറ്റ് പോയ വഴികളാണ്. ഇവിടുന്ന് വെണ്ണയാടി ഇവിടെ ഫുള്ള് നശിച്ചു. അത് കഴിഞ്ഞിട്ട് ആ JCB വെച്ചെല്ലാം മാറ്റിയിട്ടിട്ട് ഇപ്പൊ ഇതുപോലെ ഒരു താൽക്കാലിക വഴി സെറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. കറക്റ്റ് ഒരു കാറിന്റെ വീതി, അതിൽ ഇച്ചി കൂടുതലുണ്ടാവും, അത്രേ ഉള്ളൂ. ഡിമ്മടിക്ക, നിർത്താൻ പറ ആരോട് പറയാല്ലേ. ഇവര് നിർത്തി തരാത്തുണ്ടായി.
ഇങ്ങനത്തെ വൃത്തികെട്ട റോഡുകളിലൂടെയാണ് ഇപ്പൊ കുറച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നല്ലതായിരുന്നു, ഇതിങ്ങനെ ചാടി 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 നശിച്ചു പോയതാണ് ഗൈസ്. ഞങ്ങളുടെ ഡ്രൈവർ പാവം കാഫ് മസിൽസ് ഒക്കെ വേദനെടുത്ത് തുടങ്ങി. പണ്ട് നല്ലായിരിക്കുമല്ലോ, അവിടെയൊക്കെ നല്ലല്ലേ, ഇതേ ഭാഗമൊക്കെ അടിപൊളി റോഡാ, അടിപൊളി അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത റോഡാ, കാർ ചെയ്ത വലിയ മോശമില്ലാത്ത റോഡാ. അപ്പൊ ഇവിടെ എന്തായാലും ഇത് ചാടിപ്പോയതായിരിക്കും എന്നാണ് മനസ്സിലാവണത്. ഒരു സ്ഥലത്തൊന്ന് നിർത്തി, നല്ല വെള്ളമൊക്കെ ചെറുതായിട്ട് ഉണ്ട്, നല്ല മിനറൽസ് ആണ് കംപ്ലീറ്റ് കണ്ടിട്ട്. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നല്ല ഷേലിന് കുറേ വെള്ളം ചാറി ഇവിടുന്ന്. ഇത് വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കണം കൈസ്. നല്ല തണുപ്പാന്നറിയോ, സൂപ്പർ, നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച വെള്ളം വരും. ബ്യൂട്ടിഫുൽ ഷേലടയാ അത് അല്ലോ അത് നോക്കി വഴി വഴിയെടുത്ത അളിയ സീൻ വഴി. വഴി ഭയങ്കര പാടായിരിക്കും ഇവിടെ, ഫുൾ സീനാണ്, ചെളിക്കൂടെ ഓണം, ഭയങ്കര സീൻ വഴിയായിരുന്നു അത്ര ഏരിയ. അതുകൊണ്ട് ഈ വണ്ടിക്ക് ക്ലിയറൻസ് കുറവാണ്ടേ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ പാടാവോന്ന് സംശയം തോന്നി. അത് കാരണം വണ്ടീന്ന് അവിടെ കുറച്ച് ആ ഏരിയയിൽ നിന്ന് ഇറക്കി നടത്തിച്ചാ വന്നത്. അവന്മാർ ഇത്രയും നടന്നു വന്നു ഗൈസ്, കാരണം അവിടെയൊക്കെ ഭയങ്കര ചെളിയാ. അവിടെ അവനിപ്പോഴും അത് ഇദ്രീസ് അവിടെ തന്നെ നിൽക്കുക, ഭയങ്കര ചെളി വെച്ചാൽ ഭയങ്കര സീൻ ഏരിയ. പക്ഷെ സൈഡിലെ വ്യൂ ഒക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, സീൻ സ്ഥലം, സീൻ സീൻ സീൻ. എന്തോ വേറെ വേൾഡിൽ വന്ന ഫീലാട്ടോ ഇത്. ശരിക്കും ഫോണിലില്ല, ഫോണിൽ സാധനം എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല ഗൈസ്. സാധനം നേരിട്ട് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഭയങ്കര ഒരു ഗാംഭീര്യത ഇതിന് ഫുള്ള്. ഇതൊക്കെ ചുമ്മാ സ്ലൈഡ് ചെയ്ത് വന്നാ വന്ന് ഇങ്ങനത്തെ ഒരു റോഡിന്റെ സൈഡിൽ ഭയങ്കര വെള്ളച്ചാട്ടമുണ്ട്, ഭീകര വെള്ളച്ചാട്ടം, നല്ല കാറ്റാട്ടോ. വേറെ ഏതോ ലോകത്ത് പോയിക്കണ ഫീലാണ് ഗൈസ്. ഇത് കണ്ടോ, ഇതൊന്നും ഫോണിൽ മനസ്സിലാവുള്ളാട്ടോ ഇതിന്റെ ഗാംഭീര്യത അല്ലേ. ഇത് ഗസാന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ ഒരു ഓൺലൈൻ പെർമിറ്റ് ഒക്കെ എടുക്കണം, എന്നാലാണ് ഒരാൾക്ക് ഇന്ത്യൻ 750 രൂപ വെച്ച് ഏകദേശം, എന്നാലാണ് നമുക്ക് കയറിപ്പോൻ പറ്റുള്ളൂ. ഈ സ്ഥലത്ത് എവിടെയാണ് നമ്മള്, ഈ സ്ഥലത്താണ് നമ്മൾ വെക്കണേ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി 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 മറഫാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കയറി ചെന്നാലാണ്, ഈ സ്ഥലമൊക്കെ കയറി ചെന്നാലാണ് ഓർമ്മസ്ഥാങ്കിലേക്ക് കയറുള്ളൂ. ഓ ലൈറ്റ് നോക്കിടാ, എന്റെ അന്ന് വീഡിയോയിലേക്ക് ലൈറ്റ് ഇങ്ങനെ കേറി വന്നോളിയാ. ബ്യൂട്ടിഫുൾ വ്യൂ. ഇത് ശേലാ നോക്കിയല്ലേ എന്റെ അന്നോ. സൺസെറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണേ ഗൈസ്. നമ്മൾ മസ്താങ്കിലേക്ക് പോണ വഴി കാണുന്ന കാഴ്ചകൾ ഇത് വാൾപേപ്പർ ചിത്രം പോലെ ഇങ്ങനെ വരച്ചിട്ടേക്കുവാണ് ഗൈസ്. എന്ത് ശേലാന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ നോക്കിയാലും ഇത് ഫോണിൽ ഇതിന്റെ ഭംഗിയും ഗാംഭീര്യതയും കാട്ടിത്തരാൻ പറ്റില്ല. ഇത് ഇങ്ങനെ നേരിട്ട് കണ്ണുകൊണ്ട് കാണണം. ഞാൻ നേരം കുറെ നേരം ഫോൺ എടുത്തു വെച്ചേക്കുമായിരുന്നു ഇത് കാണാന്ന് ഓർത്തുകൊണ്ട്. എന്റെ പിന്നെ ഒടുക്കത്തെ തണുപ്പാട്ട് ഓർത്ത്, അത് വേറെ കാര്യം. ഭയങ്കര ശൈലി ഗൈസ്, എന്തൊക്കെയോ വരച്ചു വെച്ചേക്കണ അതിന്. സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഗൈസ് 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 നിങ്ങളെ കാട്ടി തരാണ്ടിരിക്കാൻ എനിക്ക് പറ്റുള്ള ഗൈസ്. അത് ഞാൻ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത്, അതെ 3000 രൂപ ചെലവുണ്ടോ കൂടെ കയറിയാണ്. ഞങ്ങള് പെട്രോൾ അത്ര അടിച്ചായിരുന്നു ഓർത്ത് മുസ്താങ്കിലേക്ക് വന്ന. അതെ ഇവിടെ വണ്ടിന്ന് കാലെടുത്ത് വെച്ച കാശാ, പെർമിറ്റ് മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞ്. അത് തന്നെ. ഇതിപ്പോ നിലവില് ഞങ്ങള് നമ്മളെടുത്ത സ്ഥലത്തിന്റെ പറഞ്ഞോ മല പെർമിറ്റ് എടുത്തേ പിന്നെ ഗാസ 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 അങ്ങനെ എന്തോ ഒരു പേരാ, ഗാസാന്നെ. അവിടെ എത്തിയപ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു 750 ഇന്ത്യൻ റുപ്പി ഒരാൾക്ക് വരും, ഇവിടുത്തെ 1200. അത് വെച്ച് പെർമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. സോ അത്രയും കട്ടറൊക്കെ ചാടി വന്നു കഴിഞ്ഞിട്ട് പിന്നെ പെർമിറ്റ് എടുക്കാണ്ട് കൊണ്ട് ആവശ്യമില്ലല്ലോ. എന്നിട്ട് പിന്നെ ഫ്രണ്ടിലും അടിപൊളി വഴിയൊക്കെയാന്ന് പറഞ്ഞു കേട്ടോ. സോ ഞങ്ങൾ പെർമിറ്റ് എടുത്തു. 3000 പോയാലും അതുണ്ടല്ലോ വെർത്താണെന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഫ്രണ്ടോട്ട് ചെല്ലും തോറും എന്തായാലും ഫാർ ബെറ്റർ ആയിരിക്കുള്ളൂ ഇതിനൊക്കെ. ഈ കരിങ്കല്ല് ബിൽഡിങ്ങുകൾ കണ്ടോ, ഭയങ്കര ഷെയർ. ഇത് വീഡിയോയിൽ ഒന്നും കിട്ടണില്ല ശരിക്കും പറഞ്ഞാൽ, മനസ്സിലാവില്ല. സോ ഗൈസ് നമ്മളിവിടെ മർഫിയിലെത്തിയിരിക്കുകയാണ്. ഞങ്ങള് ഏതാ മുസ്താങ്കിന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. മുസ്താങ്കിന് പോണതിൻ്റെ ഇടയ്ക്ക് ഇരുട്ടായി, പിന്നെ വഴി ഭയങ്കര പാടാതെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് മർഫിയിൽ റൂം എടുത്തിട്ടുണ്ട്. ഇവിടെ
നല്ല വെടിച്ചില് ക്ലൈമറ്റ് ആണ്, നല്ല രസം പുറത്തിറക്കാൻ. ഭയങ്കര ഒരു വില്ലേജാണ് ഇത്, അടിപൊളിയാണ്. 2000 രൂപ നേപ്പാളിക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നമ്മുടെ അവിടുത്തെ 1250 രൂപ ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു. അത്ര പൈസക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ റൂം. നല്ല റൂമാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, സീനൊന്നുമില്ല. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി തണുപ്പാണ്. ഇവിടെ ഒരുത്തൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യണം, എത്രയുണ്ട് തണുപ്പ്? -4 ഡിഗ്രി ആണ് ഇവിടെ തണുപ്പ്. ഇവിടെ ജാക്കറ്റും പുതപ്പും അതിന്റെ അത് വേറെ ബനിയനും ഉണ്ട് ഗൈസ്. അത് ഒരു റൂമിന്റെ ഉള്ളിൽ നിന്നിട്ടാട്ടോ, ഫാനൊന്നും ഇല്ല ഇവിടെ, ഫാനിന്റെ ആവശ്യമില്ല. ഇവിടെ നല്ല ചൂടുകാറ്റൊരു ഫാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലോ. സോ ഇന്ന് തണുപ്പ് ഇവര് തണുപ്പം തേക്കുള്ള ഗൈസ്. യുനെസ്കോ അംഗീകരിച്ച യുനെസ്കോ അംഗീകരിച്ചവരാണ്. സോ ഇന്നിവിടെ തണുപ്പൊക്കെ അടിച്ച് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. എന്തായാലും നാളെ രാവിലെ നേരത്തെ എണീച്ച് ഇവിടുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് പൊക്കയിലേക്ക് പോകണം. അപ്പൊ നാളെ ഒരുപാട്, ഇന്ന് ലൈറ്റ് കുറവാണ്ട് കുറെ വീഡിയോസ് അധികം എടുത്തിട്ടുള്ള ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പിന്റെ. സോ നാളത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല ഷെയറുള്ള വീഡിയോസും നല്ല ഷെയറുള്ള വ്യൂകളും നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും. ഇന്നൊക്കെ വന്നപ്പോൾ ഭയങ്കര ഒരുപാട് അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ ടൈമിൽ ഞാൻ വണ്ടി ഓടിക്കൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. സോ നാളെ ഇതൊക്കെ മാറ്റി അടിപൊളി സൂപ്പർ വ്യൂ ഒക്കെ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിന്റെ സ്ഥലങ്ങളുടെ ഒക്കെ വീഡിയോസ് നാളെ ഒരുപാട് വരും. അപ്പം എല്ലാവരും അടുത്ത വീഡിയോ ഒക്കെ കാണുക. സോ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, ബൈ.